ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദി സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് എന്താണ്? അപ്പോസ്തലന്മാർ ആരെന്താണ്? അപ്പോസ്തലന്മാരുടെ യേശുനാമത്തിലുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തിനു മുഖാന്തരമായി അനേകർ വിശ്വസിക്കുന്നതിന്, അനേകർ അത്ഭുതങ്ങൾ കാണുന്നതിന് ഇടയാക്കി യേശുക്രിസ്തുവിന്റെ നാമം. ഓരോ അധ്യായങ്ങളും പഠിച്ചുകൊണ്ട് വരുമ്പോഴും യേശുക്രിസ്തുവിന്റെ നാമത്തിനാണ് അപ്പോസ്തലന്മാർ കൂടുതലായി പ്രാധാന്യം കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അപ്പോസ്തലന്മാർ എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ നിറഞ്ഞ് ഇവയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവര് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവരുടെ മുൻകാലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. മുൻകാലങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ മുൻകാലങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അവർ എങ്ങനെയാണ്? ഇപ്പോൾ അവർ വ്യത്യസ്തരായ മനുഷ്യരാണ്. എന്താണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ടാണ് അവർ തങ്ങളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അവരിൽ കർത്താവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനേകർ കർത്താവിനെ വിശ്വസിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ കണ്ട നോക്കുവാനായ പത്രോസെല്ലാം അവരുടെ ദൈവനാമം ഉയർത്തിക്കൊണ്ടിരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഇന്നലെ വരെയും ദൈവനാമത്തിൽ ഭയമുണ്ടായിരുന്നു പത്രോസ്. ഇന്ന് ദൈവനാമത്തിൽ ശക്തിയോടെ ഉപയോഗിക്കപ്പെടുന്ന കാഴ്ചയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ാമത്തെ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾക്ക് വായിച്ചപ്പോൾ അപ്പോസ്തലന്മാരാൽ അനേകം അത്ഭുതങ്ങൾ, അനേകം അടയാളങ്ങൾ നടന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 15-ാമത്തെ വാക്യം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 5:15 രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന് മുന്നിലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീതികളിലും വിരിപ്പിന്മേലും കിടക്കമേലും ഒക്കെ കിടത്തും. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി ആ രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് അവരോട് കൂടി ഉണ്ടായിരുന്നു പ്രവൃത്തികളെല്ലാം ചെയ്യുവാൻ. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് അവർ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവരെല്ലാം ചെയ്യുന്നു എന്നുള്ള കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോ ഇതെല്ലാം കണ്ട് എന്താണ്? അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പക്ഷെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന പിന്നെ മഹാപുരോഹിതന്മാര്, സാധുക്കളുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞിട്ട് എന്താണ്? 18-ാമത്തെ വാക്യത്തിൽ എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊതു തടവിലാക്കി എന്നും 19-ാമത്തെ വാക്യത്തിൽ പൊതു തടവിലാക്കി. അപ്പോൾ അപ്പോസ്തലന്മാരെ ആദ്യമായിട്ട് തടവിലാക്കുവാനായിട്ട് ഉള്ള നിയമം അല്ലെങ്കിൽ പുറപ്പെട്ടു എന്നുള്ളതാണ്. അവർ ആദ്യമായിട്ട് പൊതു തടവിലേക്ക് പിടിക്കപ്പെടുകയാണ്. ആർക്ക് വേണ്ടി? യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവർക്കത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു.
അപ്പൊ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ ദൂതൻ എന്ത് ചെയ്തു? കാരാഗ്രഹവാതിൽ തുറന്നവരെ പുറത്തു. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവദൂതൻ ഇറങ്ങി വരും. കാരണം കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ ദൂതൻ ഇറങ്ങി വരും നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാനായിട്ട്. ഈ പത്രോസിനോട് കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് ദൂതൻ ഇറങ്ങി വന്ന് അവരെ കാരാഗ്രഹത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വലിയ സെക്യൂരിറ്റിയും അതുകൊണ്ട് തന്നെ കാവൽക്കാരൊക്കെ ഉണ്ടായിട്ട് എന്താണ് അവരെ ദൂതൻ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നവരെ ദൈവത്തില്ല, ദൈവം മറക്കുന്നില്ല. കാരണം അത് ദൈവത്തിന്റെ അനേക നാമങ്ങളിൽ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ നാമം. അപ്പൊ ആ നാമത്തിൽ നിൽക്കുന്നവർ ആ നാമത്തിലെ രക്ഷകളിൽ നിന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. അപ്പൊ ആ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവരെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരാഗ്രഹത്തിൽ പോലും അവരെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവർക്ക് സംഭവിച്ചു. തീർച്ചയായിട്ടും അവിടെ സ്ഥാപിക്കാതെ ദൂതൻ ഇറങ്ങി വന്ന് അവിടെ പ്രവൃത്തി ചെയ്ത് അവരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോ അവരിൽ കുറ്റമൊന്നുമില്ല. അവർ സത്യത്തിന് വേണ്ടി നിന്നു. സത്യമേതാണ് യേശു ക്രിസ്തുവാണ് ഏക സത്യം. ആ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവർ കാരാഗ്രഹത്തിലാക്കപ്പെട്ടു. പക്ഷെ കാരാഗ്രഹത്തിന് അവിടുത്തെ നിയമത്തിനോ ഒന്നും ചെയ്യാൻ കഴിയാതെ ദൈവത്തിന്റെ മേളത്തെ കൊടുത്തി അവരെ വിവരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 20-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കുകയെന്ന്. അപ്പോൾ ജീവന്റെ വചനം, ജീവന്റെ വചനം എന്ന് പറയുമ്പോൾ ജീവൻ നൽകുന്നത് ആരാണ്? യേശുക്രിസ്തുവാണ് ജീവൻ നൽകുന്നത്. അവിടെ നമുക്ക് വേണ്ടി ജീവൻ യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ അവരുടെ വചനങ്ങളെല്ലാം ജീവൻ നൽകുന്ന വചനമാണ്. ആ വചനം ശക്തിയേറിയതാണ് അല്ലെ? ആ വചനം സ്ഥാപിക്കാൻ അവരോട് പറഞ്ഞു, ധൈര്യമായിട്ട് മുമ്പോട്ട് പോക്കോ, യേശുക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവരെ ബലപ്പെടുത്തി പ്രസംഗിക്കുക, ധൈര്യമായിട്ട് അതിനു വേണ്ടി നിൽക്കുക എന്ന് അവരോട് പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവർ കേട്ടു പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. തടവിലായി എന്ന് പറഞ്ഞു ഒരു പരിപാടി നടത്തിയോ? അല്ലെ, തടവിലായി പ്രശ്നങ്ങളൊക്കെയായി, ഇതിന്റെ പുറകെ പോകാൻ പറ്റത്തില്ല എന്നോട് പറഞ്ഞില്ല. ദൈവദൂതൻ അവരോട് പറഞ്ഞ വാക്ക് അവർ കേട്ടു. അത് ദൈവത്തിൽ നിന്ന് ഒന്നാണെന്ന് അവർക്കറിയാം. അത് പറഞ്ഞു, അവരത് കേട്ടു, അവരതനുസരിച്ചു, വീണ്ടും ഉപദേശിച്ചു. അവർക്ക് ഒരു ന്യായാധിപ സംഘത്തെയും പേടിയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അവർ കേട്ടു, പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ പുലർച്ചയ്ക്ക് തന്നെ അവർ ഉപദേശം തുടങ്ങി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? അവിടെ മഹാപുരവും കൂടെയുള്ളവർ വന്ന ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തടവിലേക്ക് ആളയച്ചിരിക്കാൻ അവരെ പിടിച്ചോണ്ട് വരാൻ. ആരെയാ?
ശരിയാകും യോനാനൊക്കെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അവര് എന്ത് എവിടുന്ന് പിടിച്ചുകൊണ്ട് വരാന് തടവിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ആളെ അയച്ചു. 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ചേവകർ ചെന്നപ്പോ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. അവരെന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നപ്പോ അവരെ കണ്ടില്ല. കാണാതെ അവരെന്ത് ചെയ്തു? ന്യായാധിപ സംഘത്തിന് മുമ്പിൽ തിരിച്ചു വന്നു. അവരെ ശിക്ഷിക്കുവാനായിട്ടായിരിക്കും ന്യായാധിപ സംഘമൊക്കെ വന്നിരുന്നത്. പത്രോസിനെയും അപ്പോസ്തലന്മാരെയെല്ലാം ശിക്ഷിക്കുവാനായിട്ടായിരിക്കാം ഈ ന്യായാധിപ സംഘം വന്നിരിക്കുന്നത്. പക്ഷെ ന്യായാധിപ സംഘം ആളെ അയച്ചു വിട്ടവരവിടെ ചെന്നപ്പോ അവരില്ല അവിടെ. അവരവിടെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞു. ദൈവദൂതൻ അവരെ ഉപദേശിച്ചു. എങ്ങനെ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. കാരണം അവിടെ കാവൽക്കാരുണ്ടായിരുന്നു, സുരക്ഷയുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും എന്ത് സംഭവിച്ചില്ല? അവരവിടെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു അവിടുത്തെ സത്യവും. അവരവിടെ ഉണ്ടായിരുന്നില്ല. അവരെന്തുകൊണ്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനമായ കാര്യം. അവരവിടെ ഇല്ല. ദൈവദൂതൻ അവരെ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവരൊന്നും കാണില്ല. അവര് മുമ്പത്തെ വാക്കിൽ വായിച്ചപ്പോൾ അവരുണ്ട്. അവര് പുലർത്തി അവരെ വിദേശിക്കാനായിട്ട് പോയിക്കഴിഞ്ഞു. ജീവന്റെ വചനം പ്രഘോഷിപ്പിക്കുവാൻ അവർ യാത്രയായി എന്ന് അവിടെ കാണുന്നു. അപ്പോ അവർ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിട്ടിരിക്കുന്നതും കാവൽക്കാർ വാതുക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിട്ടിരിക്കുന്നു, കാവൽക്കാർ വാതുക്കൽ നിൽക്കുന്നു. കാരണം കാവൽക്കാരോട് നിൽപ്പുണ്ട്, വാതിൽ പൂട്ടിയും കിടക്കുന്നു. അവിടെ അപ്പോസ്തലന്മാരില്ല. കാരണം ദൈവദൂതന്മാർ അവരെ കൊണ്ടുപോയി. ഒരു മനുഷ്യൻ പോലും അറിയില്ല. അല്ലെ? ഒരാൾ ഇല്ല. ഒരു കാവൽക്കാരൻ പോലും അറിഞ്ഞില്ല അവരവിടുന്ന് പോയ കാര്യം. കാരണം അതിന്റെ ലോക്ക് ഇട്ടേക്കുന്ന സാധനം നമ്മളെല്ലാം വിചാരിക്കുന്നുണ്ട്. ലോക്കിട്ട സാധനം തുറക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇവര് പുറത്ത് പോകും. ദൈവിക കരമെന്ന് പറയുന്നത് ഏത് തടങ്കലാണെങ്കിലും ദൈവത്തിന് നമ്മളെ പിടിപ്പിക്കാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. ഏത് തടവിലാണ് നിങ്ങൾ കിടക്കുന്നെങ്കിൽ, ഏത് തുറക്കിലാണ് കിടക്കുന്നെങ്കിൽ ദൈവം അവിടുന്ന് നിങ്ങളെ ഉപയോഗിക്കാൻ ശക്തനാണ്. അവന്റെ കരം മാറിയിട്ടില്ല. കരം അവിടെ തന്നെയുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ജീവന്റെ വചനം വിളിച്ച് പറയുന്നത്. അപ്പം പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് സൂക്ഷ്മ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഒരിക്കലും ആർക്കും തുറക്കാൻ പറ്റില്ല. അല്ലെ? ഇതൊരു സീല് യേശുക്രിസ്തുവിന്റെ കല്ലറയില് അവർ സീൽ ചെയ്ത് വെച്ചു. പക്ഷേ അതൊക്കെ പൊട്ടിച്ച് കർത്താവ് പുറത്തു വന്നു. അപ്പോഴാണ് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പൂട്ടിയിട്ടിരിക്കുന്ന വാതിലോട് ഇട്ടിരിക്കുന്ന വാതിൽ പുറത്തു വരാൻ കഴിയുന്നു. ഭയങ്കര അത്ഭുതമല്ലേ? ഒരിക്കലും വിശ്വസിക്കാൻ എന്താണ് പൂട്ടിയിരിക്കുന്നത്? ആൾക്കാർ വാതിക്കൽ നിൽക്കുന്നത് തുറന്നപ്പോഴോ ആരെയും കണ്ടില്ല എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാതിൽ തുറന്നപ്പോ ആരെയും കണ്ടില്ല അവിടെ. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് ഇതിലും വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൻ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,